ഞാനേ ഇന്ന് തലമുടിയൊക്കെ ഒന്ന് ഡൈ ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ചോറുണ്ടിട്ടില്ല. ഇപ്പോൾ 2 മണി ആയി കഴിഞ്ഞു. എന്നാലും ഒന്ന് വീഡിയോ എടുത്തിട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് വേഗം വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പോയി ചോറിന് ഞാൻ സമാധാനമായിട്ട് എഡിറ്റ് ചെയ്ത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇടാലോ. അത് ഉദ്ദേശിച്ചാണ് ഓടി പിടിച്ച് വന്നത്. തലമുടിയൊക്കെ ഇതാ ഒന്ന് ചെയ്തിട്ടില്ല, ഒന്ന് ഉണങ്ങട്ടെ എന്ന് കരുതിയിട്ടേക്കാണ്. അപ്പോൾ ഇന്നലെ ഞാനേ കുക്കുംബർ തിന്നണം. ഞാനും ചേട്ടനും കൂടി. ചേട്ടൻ കുക്കുംബർ കട്ട് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് വിലക്കുറവല്ലേ, അപ്പോൾ 20 രൂപയുള്ളൂ 1 കിലോ. അപ്പോൾ 3-4 കിലോ വാങ്ങിച്ചുകൊണ്ട് വരും. രാത്രി ഊണ് കുറവായിരിക്കും. അപ്പോൾ കുറച്ച് ചോറ് ചിലപ്പോൾ ഉച്ചത്തെ ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾ അത് കുറച്ച് കഴിച്ച് ഈ കുക്കുംബറും കഴിക്കുകയാണ് പതിവ്. അപ്പോൾ കുക്കുംബർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് തോന്നി നമുക്കൊന്നൊരു വീഡിയോ എടുത്താലോ എന്ന് തോന്നിയത്. അതേ കോലത്തിൽ തന്നെ അങ്ങ് എടുത്തു. അത് കാര്യം ഒരു 1K എങ്കിലും കണ്ടുല്ലോ, അത് മതി എനിക്ക്. എന്തായാലും ഒരു കമൻറ്റും കിട്ടി, അത് ധാരാളം, അത്രയും മതി. മുടി കെട്ടി വെച്ചില്ലെങ്കിലേ ഒരു സമാധാനവും ഇല്ല. അതിരിക്കട്ടെ. അപ്പോൾ ഫ്രീ ആയിട്ട് വർത്തമാനം പറയാം. അല്ലെങ്കിൽ ഈ ഭദ്രകാളി പോലെ തൂക്കിയിട്ട് ഓടിച്ചുകൊണ്ട് മുടി ഉണങ്ങിയില്ല, എന്നാലും കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിരിച്ചിട്ടോളാം. അപ്പോൾ എല്ലാവരും ഉച്ചയ്ക്ക് പണിയൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ വൈകുന്നേരം ആയിരിക്കും ഏതായാലും. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ സ്വാഗതം പറയട്ടെ, മറന്നു പോവുക ചില സമയത്ത്. ഈ എൻ്റെ വീഡിയോ കാണുമ്പോഴേ ചില സമയത്ത് പറയും ഗീത ഭയങ്കരമായിട്ട് തടി വെച്ചു എന്ന് പറയും ചിലവർ. ക്ഷീണമാണ് ഗീത, മുഖം ക്ഷീണിച്ചു പോയി, എനിക്ക് പ്രായം കൂടുതൽ തോന്നിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ. ഞാൻ പറയും ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്യാത്തതിൻ്റെ ആയിരിക്കാം. കുറച്ച് മേക്കപ്പൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു 10 വയസ്സെങ്കിലും കുറഞ്ഞ് കിട്ടിയേനേന്ന് പറയണുണ്ട്. വേണ്ട, അത് വേണ്ട. ഈ തടി വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ചെറുപ്പത്തിലൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ അടയ്ക്കാൻ മരത്തിൽ തുണി ഉറ്റിയ പോലെയൊക്കെ ആയിരുന്നത്. ഒരു ഷേപ്പും ഇല്ലാതെ ഇങ്ങനെ ആയിരുന്നത്. ഇപ്പം ഞാൻ തടി വെച്ചില്ലേ, അന്ന് തടി വെക്കാൻ വേണ്ടി ചെയ്യണ പണി എന്തൊക്കെയായിരിക്കും. പക്ഷേ എൻ്റെ കാലത്തൊന്നും ഞാൻ തടി വെക്കാൻ വേണ്ടി അത് ഇതും ഒന്ന് നമ്മൾ ഈ റേഷനരിയും അല്ലെങ്കിൽ ചേനയോ കാച്ചിലോ ചേമ്പോ അതൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ളൂ. അല്ലാതെ പ്രോട്ടീൻ പൗഡർ കഴിക്കുകയോ അല്ലെങ്കിൽ ജിമ്മിൽ പോവുകയോ തടി കൂട്ടാനോ അങ്ങനെയുള്ള പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അന്ന് ഇല്ല, ഞങ്ങളുടെ നാട്ടിൽ ഒട്ടുമില്ല. ഇപ്പോൾ നമ്മൾ ഒരു പ്രായമായി, ഡെലിവറിയൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരും അങ്ങനെയൊക്കെയാണല്ലോ തടി വെക്കണത്. ഈ ചില കുട്ടികൾ പറയും തടി വയ്ക്കാൻ വേണ്ടി. ഇപ്പോൾ എൻ്റെ മോളൊക്കെ ഭയങ്കര ക്ഷീണമാണ്, ഒരുപാട് ക്ഷീണം എന്ന് പറഞ്ഞാൽ പോരാ. അവളുടെ പ്രായത്തിനനുസരിച്ചുള്ള ഒട്ടും വളർച്ച തന്നെ ഇല്ല. അപ്പോൾ എവിടെ പോയാലും ആദ്യം ചോദിക്കണത് എന്തറിയോ, ഇതെന്താ നീ അവൾക്ക് തിന്നാനൊന്നും കൊടുക്കണില്ലേ, നീയാണോ അതൊക്കെ തിന്നണേന്ന് ചോദിക്കും. കാരണം ഞാൻ തടി ഉണ്ട്, ഇപ്പോൾ അവൾക്ക് തടിയില്ല. അപ്പോൾ മിക്കവരും മുഖത്ത് നോക്കി ചോദിക്കും. പക്ഷേ ആ ചോദിക്കണത് ശരിയാണോ? ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് അതാ കേട്ടോ, തടി. അതായത് തടിയുള്ളവരും തടിയില്ലാത്തവരും. അങ്ങനെയാ, ചിലവർ മുഖത്ത് നോക്കി ചോദിക്കും എന്തൊരു ക്ഷീണം അത്, നീ എന്തൊന്നും കൊടുക്കണില്ലേ, കൊച്ചിനൊന്നും തിന്നാൻ കൊടുക്കണില്ലേ എന്ന് ചോദിക്കും. ഇനി തടിയുള്ളവരെ കണ്ടു കഴിഞ്ഞാലോ, ഇത് എന്തൊരു തടിയാ, നീ എന്തൊന്നാ ഇങ്ങനെ തിന്നണത്, കുറച്ച് തീറ്റ കുറയ്ക്ക്, എൻ്റെ കൈ ഇടിച്ചു അപ്പാ, കുറച്ച് തീറ്റ കുറയ്ക്ക് എന്ന് പറയും. അങ്ങനെയും പറയണവരുണ്ട് അല്ലേ. ഈ 2 തരത്തിലും പറയുന്ന ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം പറയട്ടെ, നമ്മൾ തടിയുള്ളവരെയും തടിയില്ലാത്തവരെ കാണുമ്പോൾ അവരുടെ ഉള്ളിലെ വിഷമം അവർക്കേ അറിയുള്ളൂ. ഇപ്പോൾ എൻ്റെ മോളെ സംബന്ധിച്ച് ഞാൻ പറയാം, അവൾക്ക് തടി കുറവായതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു. അത് ഓരോരുത്തരും എവിടെയെങ്കിലും നമ്മളൊരു ഫംഗ്ഷന് ചെല്ലുമ്പോൾ ഇങ്ങനെ ചോദിക്കും, മുഖത്ത് നോക്കി തന്നെ ചോദിക്കും, നീ എന്താ അതൊന്നും തിന്നില്ലേ, ഇതെന്താ ഇങ്ങനെ ഇരിക്കണേ, ഉണങ്ങിയിരിക്കുകയാണല്ലോ. ശരിക്കും അവൾക്ക് വിഷമമാണത്. ചില സമയത്ത് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ആരെങ്കിലും, ഇപ്പം ഞാൻ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകിൽ അവരുടെ ആ സംസാരം മാറ്റും, അല്ലെങ്കിൽ ഇവളോട് ഞാൻ മാറിക്കോളാൻ പറയും. കാരണം നമ്മുടെ കുട്ടികൾ അവരുടെ ഓരോ വാക്കുകൾ കേട്ടിട്ട് വിഷമിക്കരുതല്ലോ. ഒത്തിരി പേര് അങ്ങനെ മുഖത്ത് നോക്കി ചോദിക്കുന്ന കുറേ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഉണ്ട്. ചിലവർ പറയൂലേ, ഞാൻ പച്ചവെള്ളം കുടിച്ചാലും തടി വയ്ക്കുകയാണ്, എൻ്റെ ശരീരപ്രകൃതി അങ്ങനെയാണെന്നൊക്കെ ചിലവർ പറയാറുണ്ട്. അവർക്കേ അറിയൂ അവരുടെ തടി കാരണം അവർ എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന്. ശരിയല്ലേ? കാരണം വേറൊരു കാര്യം പറയാം, ഇപ്പോൾ തടി കുറഞ്ഞു കഴിയുമ്പോൾ ചിലവർ അമ്മമാർ ഇങ്ങനെ പരിഹസിക്കണ പോലെയൊക്കെ പറയും. പക്ഷെ അവരുടെ മക്കൾക്ക് തടി കൂടുതലായിരിക്കേ. അപ്പോൾ അവരുടെ മക്കളുടെ തടി ഒന്ന് കുറയ്ക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്, പറ്റണില്ല. അപ്പോൾ ഈ തടി കുറഞ്ഞ കുട്ടികളെ കാണുമ്പോൾ അവർക്കൊരു കണ്ണുകടിയാണ്. ഞാൻ അതേ പറയുള്ളൂ. അതേപോലെ തടി കൂടി കഴിഞ്ഞിട്ട് കുറ്റം പറയുന്നവർ, അവരുടെ കുഞ്ഞ് എന്തൊക്കെ കഴിച്ചോ തടി വെക്കണില്ല. അപ്പോൾ അവർക്ക് തടി വെച്ച കുട്ടിയെ കാണുമ്പോൾ ഒരു ഇറിറ്റേഷൻ. ഞാൻ അങ്ങനെ പറയുള്ളൂ. അത് അങ്ങനെയുള്ളവരൊക്കെയാണ് ഇങ്ങനെ മുഖത്ത് നോക്കി പറയുള്ളൂ എന്ന് പറയും. ഞാൻ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ തടി കൂടിയാലും കൊള്ളാം കുറഞ്ഞാലും കൊള്ളാം ഞാൻ അങ്ങനെ ചോദിക്കില്ല കേട്ടോ. കാരണം ഞാൻ ഇതൊക്കെ കേട്ട് ശരിക്കും പഠിച്ചവളാണ്. എൻ്റെ കൊച്ചിനോട് അല്ലെങ്കിൽ എന്നോട് എൻ്റെ മോനുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, അവൻ ഒരു അസുഖബാധിതനായിരുന്നു. അപ്പോൾ അവൻ്റെ കാണുമ്പോൾ എല്ലാവരും
ഒരു പ്രത്യേക ഒരു ഇതായിരുന്നു. അപ്പോൾ എപ്പോഴും ചോദിക്കും എന്താ പറ്റിയെന്ന്. ഒരു പരിചയമില്ലാത്തവർ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ ഇവനെ കൊണ്ടുപോകുമ്പോൾ അവിടെ വെച്ച് ചോദിക്കും, ഇതെന്താ മോനെന്താ പറ്റിയെന്ന് ചോദിക്കും. ഒരു പ്രാവശ്യം ചോദിച്ചാൽ പോട്ടെ, പിന്നെ പിന്നെ അവരിങ്ങനെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സ് എത്ര വേദനിക്കുന്നുണ്ടെന്ന് അവരറിയില്ല. ഇങ്ങനെ കേട്ടോ, നമ്മൾ ഓരോ കുട്ടികളെ കാണുമ്പോഴും അവർ തടി വയ്ക്കുമോ അല്ലെങ്കിൽ ക്ഷീണിച്ചോ ഇരിക്കട്ടെ, അതിങ്ങനെ അവരുടെ അമ്മമാരോടോ അല്ലെങ്കിൽ അവരോട് നേരിട്ടോ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും പാടില്ല. ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെയാണ്. കാരണം അത് അവരെ എത്രത്തോളം വിഷമിപ്പിക്കണമെന്ന് അവർക്കേ അറിയാം, ആ വിഷമം അറിയുള്ളൂ. നമ്മൾ കേൾക്കുന്നവർക്കോ അല്ലെങ്കിൽ ചോദിക്കുന്നവർക്കോ അതേപ്പറ്റി അറിയില്ലായിരിക്കും. ഈ എന്താ പറയണ, ചില കുട്ടികളൊക്കെ തടി വെക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഹോർമോൺ ഇഞ്ചെക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ തെറ്റാട്ടോ. ഞാൻ അതൊന്നും സമ്മതിക്കില്ല. എൻ്റെ മോള് ക്ഷീണമാണെങ്കിലും അത്യാവശ്യം ഭക്ഷണം അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്ത് വേണമെങ്കിൽ നീ കഴിച്ചോ, നിനക്ക് എന്താണോ ഇഷ്ടം, നോണാണെങ്കിൽ നോൺ. ഇപ്പം ഞാൻ കഴിക്കണില്ല അല്ലെങ്കിൽ ചേട്ടൻ കഴിക്കണില്ല എന്ന് കരുതി നീ കഴിക്കാതിരിക്കൊന്നും വേണ്ട, നീ ഇഷ്ടമുള്ളത് കഴിച്ചോ എന്ന് ഞാൻ അതിലെ ഫ്രീഡം കൊടുത്തേക്കണത്. ഒരു സമയം എത്തുമ്പോൾ അവളും തടിച്ചോളും. കുറച്ചൊരു പ്രായം എത്തുമ്പോൾ എല്ലാ പെൺകുട്ടികളോടും കൂടിയാട്ടോ ഞാൻ പറയണത്. ഇപ്പോൾ ഈ ചെറിയ ഒരു 17-18 വയസ്സുള്ള കുട്ടികൾക്ക് തടിയില്ല, ക്ഷീണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ചീത്ത പറയുമോ അല്ലെങ്കിൽ അവരോട് അത് ആ പഠനത്തിൻ്റെ ഉണ്ടാവും, കുറച്ചൊക്കെ പഠനഭാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരുപാട് പഠിക്കാനുണ്ടാവും. ഇപ്പോൾ 10th എത്തുമ്പോൾ ആ കുട്ടികളുടെ ഒരു ടെൻഷനായിരിക്കും, +2 എത്തുമ്പോൾ ഒരു ടെൻഷനായിരിക്കും, പിന്നെ കോളേജ് എത്തുമ്പോഴേക്കും ഒന്ന് റിലാക്സ് ആവണത് ഞാൻ പറയുകയാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കുട്ടികളുടെ ശരീരത്തിലും കാണിക്കുമെന്നാണ് ഞാൻ പറയണത്. പിന്നെ തടി വയ്ക്കാൻ വേണ്ടി ഇത് വാങ്ങിച്ച് തിന്നിട്ട് നാളെ വേറെ എന്തെങ്കിലും വല്ല അസുഖം വരുന്നു വെച്ചാൽ അതും പണിയാണ്. തടി കുറയാൻ വേണ്ടി പട്ടിണി കിടന്നാലും കൊള്ളില്ല. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് അല്ലെങ്കിൽ നമ്മുടെ വിശപ്പ് മാറാനുള്ളത് എന്താണോ അത് കഴിക്കുക. അത് ഞാനായാലും അതെ കേട്ടോ. ഇപ്പം ഞാൻ തടി കുറയ്ക്കാൻ വേണ്ടി കുറച്ച് തടി കൂടുതലാണ് അല്ലെങ്കിൽ കുറച്ച് വെയിറ്റ് കൂടുതലാണെന്നും പറഞ്ഞിട്ട് പട്ടിണി കിടന്നിട്ടുള്ള പരിപാടിയൊന്നും എനിക്കില്ല. കാരണം എനിക്ക് എണീറ്റ് നടക്കണമെങ്കിൽ എനിക്ക് ആരോഗ്യം വേണം. ആ ആരോഗ്യം വേണമെങ്കിൽ ഭക്ഷണം കഴിക്കണം. ഞാൻ ആ ഒരു ചിന്താഗതി തന്നെയാണ്. കാരണം ചെറുപ്പത്തിലൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടേ, നല്ലൊരു ഭക്ഷണം കിട്ടാൻ വേണ്ടി കൊതിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ഇപ്പോൾ കിട്ടുമ്പോൾ നമ്മൾ എന്തിനത് വേണ്ടാന്ന് വെക്കണം അല്ലേ? അല്ല, കഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഓക്കെ, ഇപ്പോൾ ദൈവം സഹായിച്ചു അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്ത് കിട്ടുമോ അത് തിന്നാം, നമുക്ക് തിന്നാൻ പറ്റിയതാണെങ്കിൽ കേട്ടോ. ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുമാതിരി കറികൾ എല്ലാം 2-3 കറികൾ വീട്ടിൽ ഞാൻ മോളുള്ളപ്പോഴൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഒരു കറിയൊന്നുമില്ല, സ്കൂളിൽ അവൾ പഠിക്കാൻ പോകുമ്പോഴാണെങ്കിലും ഒരു കറിയിൽ നിന്നല്ല 2-3 കറികൾ ഉണ്ടാക്കി കൊടുത്തു വിടും. അതൊക്കെ ഒരു ഭയങ്കര ഇഷ്ടമായിട്ട് ചീത്ത പറയും കേട്ടോ എന്നെ, എന്തിനാ ഇങ്ങനെ ഉണ്ടാക്കി സമയം കളയണത്. എന്നിട്ട് ഞാൻ ചിലപ്പോൾ ദേഷ്യപ്പെടുകയും ചെയ്യും, എനിക്ക് അടുക്കളയിൽ നിന്ന് ഒഴിഞ്ഞ് നേരമില്ല കേട്ടോ എന്നും പറഞ്ഞ് ഞാൻ ചിലപ്പോൾ ദേഷ്യപ്പെടാറുണ്ട്. അപ്പോൾ അത് ഈ 2-3 കറികൾ ഉണ്ടാക്കണതുകൊണ്ടാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കറികൾ ഉണ്ടാക്കി കൊടുക്കുക, എല്ലാവരും കഴിക്കുക. നമ്മൾ പുറത്ത് പോകുമ്പോഴേ എനിക്ക് പച്ചക്കറി കട കാണുമ്പോൾ അവരിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അവർ നല്ല രസമല്ലേ, വെണ്ടയ്ക്കയും വഴുതനങ്ങയും ഇങ്ങനെ ഓരോന്നും നല്ല സ്റ്റൈലിൽ അടുക്കി വെക്കണ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ എനിക്ക് ഡ്രസ്സ് കടയിൽ ഇങ്ങനെയൊക്കെ തൂക്കിയിടുമ്പോൾ അതൊന്നും ഞാൻ നോക്കാറ് പോലുമില്ല കേട്ടോ. എനിക്ക് അതിനോടൊന്നും അത്ര ഭ്രമമില്ല. പക്ഷെ പച്ചക്കറി കട കാണുമ്പോൾ എന്തുകൊണ്ടോ ഭയങ്കര ഇഷ്ടമാണ്. അത് വാങ്ങിക്കാൻ തോന്നും, പച്ചക്കറി കാണുമ്പോൾ വാങ്ങിക്കാൻ തോന്നും. അത് എന്താണെന്ന് വെച്ചാൽ അറിയുമ്പോൾ ചിലപ്പോൾ ഈ കുക്കിംഗ് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും മതിയില്ലേ? ഞാൻ ചോറൊന്നും ഉണ്ടില്ല, ചോറുണ്ണണം, വിശക്കുണ്ട്. ഞാനിന്ന് കറി എന്താ വെച്ചതെന്നറിയോ? ചൗച്ചൗ ഇല്ലേ, ചൗച്ചൗ കൊണ്ട് പരിപ്പ് ചേർത്ത് ഒരു കൂട്ടുകറി പോലെ വെച്ചു. പിന്നെ ഒരു ഉള്ളി ചമ്മന്തി, തേങ്ങയൊന്നും ചേർക്കാതെ ഉള്ളി വറ്റൽമുളകൊക്കെ കൂടി വറുത്ത് പുളിയൊക്കെ ചേർത്ത് ഒരു ചമ്മന്തി അരച്ചു കേട്ടോ. അപ്പോൾ ഇനി അതൊക്കെ കൂട്ടി ഉണ്ണട്ടെ. അപ്പോൾ നമുക്ക് നാളെ ഇനി വേറെ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് കിട്ടും. അപ്പോൾ നാളെ കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും